രാത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ മൊബൈൽ നഷ്ടപ്പെട്ടു. പിറ്റേന്ന് CCTV നോക്കി അതേ പ്രതിയെ സ്വയം പിടിച്ച് പോലീസിൽ ഹാജരാക്കിയ വടകര സ്വദേശി ഹാരിസാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. എന്തായിരുന്നു സംഭവം? കോഴിക്കോട് KSRTC-യിലായിരുന്നു അല്ലേ? എന്നായിരുന്നു അത്? ശനിയാഴ്ച പുലർച്ചെയാണ് അവിടെ വന്നത്. അപ്പോൾ ഞായറാഴ്ച രാവിലെയാണ് മൊബൈൽ നഷ്ടപ്പെട്ടത് അറിഞ്ഞത്. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് ചെയ്തു. ഇന്നലെ രാവിലെ അവിടെ CCTV ചെക്ക് ചെയ്യാൻ പോയി. അങ്ങനെയാണ് പ്രതിനെ നമ്മൾ തിരിച്ചറിയുന്നത്. അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ ഉറക്കമൊഴിഞ്ഞ് അവിടെ പ്രതിനെ അന്വേഷിച്ചിരിക്കുകയായിരുന്നു. അതായത് നിങ്ങൾ ഈ പ്രതിയെ കണ്ടു, അത് CCTV നോക്കിയപ്പോൾ ആളെ മനസ്സിലായി. സൂക്ഷിക്കുക, വളരെ സൂക്ഷിക്കുക. തീർച്ചയായിട്ടും ആ പുള്ളിക്ക് ഒരു ബിഗ് സല്യൂട്ട്. അപ്പോൾ സൂക്ഷിക്കാമെന്ന് മുന്നേ പറഞ്ഞത്. ഇപ്പം നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ യാത്രയൊക്കെ ചെയ്യേണ്ട സമയം വരും. ഒരുപാട് സ്ഥലങ്ങളിൽ അപ്പോൾ ലോങ് ആയിട്ടുള്ള സമയങ്ങളിൽ നമ്മൾ ഉറങ്ങിപ്പോവും. രാത്രിയിൽ നിന്നല്ല, KSRTC ബസ് അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഈ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഉറങ്ങി അങ്ങ് പോകും. അപ്പോൾ നമ്മുടെ മോഷണം പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ എല്ലായ്പ്പോഴും ഒരു ദിവസം ചക്ക വീണ് മുയൽ എത്തുമെന്ന് കഴിഞ്ഞാൽ എല്ലായ്പ്പോഴും മക്ക വീണ് മുയൽ ചാവണമെന്നില്ലല്ലോ. അതുപോലെ തന്നെയാണ് നമ്മളപ്പോൾ ഇനി ലോങ് ടൈം യാത്ര പോകുമ്പോൾ വളരെയധികം ഒന്ന് സൂക്ഷിക്കുക. തീർച്ചയായിട്ടും ഇപ്പോൾ പോക്കറ്റടിയൊക്കെ ഉള്ള കാലമാണ്. അപ്പോൾ നമ്മുടെ മൊബൈലിൽ എന്ത് സാധനങ്ങൾ വേണമെങ്കിൽ അടിച്ചു മാറ്റിക്കൊണ്ട് പോകാം. അതുകൊണ്ട് നമ്മളൊക്കെ ഇങ്ങനെ തിക്കി നിറങ്ങി ഏതൊക്കെ സ്റ്റോപ്പിൽ ഇറങ്ങണമെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമ്മളൊന്ന് ഉറങ്ങിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം അതിനെ അടിച്ചു മാറ്റിക്കൊണ്ട് പോകും. അപ്പോൾ അതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കുക. എന്നിരുന്നാൽ പോലും ഇദ്ദേഹം തൻ്റെ ഒന്ന് ഉറങ്ങിപ്പോയതിൻ്റെ മനസ്സിലാക്കി പിറ്റേ ദിവസം ഉറക്കമുളച്ച് അദ്ദേഹം പിടിച്ച അദ്ദേഹത്തിന് ഒരു ബിഗ് സല്യൂട്ട്.